ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ലോങ് വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ രാവിലെ ഒരു 10-11:30 ആയപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങിയത് തുഷാരഗിരിക്ക് പോകാനാണ് കേട്ടോ. കുറേ അധികമായി നമ്മൾ തുഷാരഗിരി പോകണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഒറ്റ സമയം പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ വേനലായതുകൊണ്ട് വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ മഴ അധികമായപ്പം പോകാനും പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് വെയിൽ വന്നപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈങ്ങാപ്പുഴ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടന് ഈ ഹെൽമെറ്റ് ലോക്ക് ചെയ്യുന്നൊരു കീ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ ചിപ്പിലത്തോട്ടിലേക്ക് പോവാണ്. നമ്മളെ വീട്ടിൽ നിന്ന് 1 മണിക്കൂർ ട്രാവലേ ഉള്ളൂ കേട്ടോ ഈ തുഷാരഗിരിക്ക്. ചിപ്പിലിത്തോട് നിന്ന് 5 കിലോമീറ്ററേ ഉള്ളൂ തുഷാരഗിരിക്ക്. നമുക്ക് കോടഞ്ചേരി ചെമ്പുകടവ് വഴിയും തുഷാരഗിരിക്ക് വരാം കേട്ടോ. എനിക്ക് തോന്നുന്നു കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് തുഷാരഗിരിക്ക്. അപ്പോൾ അതേ നമ്മൾ ചിപ്പിലത്തോട് എത്തിയ സമയത്ത് നമ്മൾ അച്ഛനെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അച്ഛൻ ഞങ്ങളെ മുന്നിൽ വണ്ടിയിലിങ്ങ് പോകുന്നു. പിന്നെ വരുന്ന വഴിക്ക് അച്ഛനെ ഞങ്ങളെ അവിടെ നിർത്തിച്ചു കേട്ടോ. തൊട്ടടുത്തൊരു കടയുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്ക് സർബത്തും പിന്നെ മോന് നുറുക്കൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനോടൊരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ തുഷാരഗിരിക്ക് പോകുന്നു കേട്ടോ. ഈ മുകളിലോട്ട് വരുന്ന വഴിക്കൊക്കെ കാണാൻ നല്ല നല്ല വ്യൂ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇടയിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ. മഴയുണ്ടോയെന്ന് ചോദിച്ചാൽ മഴയുണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് കേട്ടോ. ഓവർ ചൂടുമില്ല. നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയാണ്. ശരിക്കും മേഘങ്ങളൊക്കെ നല്ല ഇരുണ്ട് കൂടി നിൽക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ തുഷാരഗിരി പാലത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾ പുറത്ത് തന്നെയാണ് കേട്ടോ പാർക്ക് ചെയ്തത്. പാർക്കിങ്ങിലൊന്നുമല്ല, പുറത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളിൽ ചെന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്യൂ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം തിരക്കുണ്ടായിരുന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട്. പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് പതുക്കെയാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയത്. ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മഴയൊക്കെ ചാറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ റേറ്റ് വരുന്നത് ടിക്കറ്റിന് 40 രൂപയാണ് കേട്ടോ വലിയവർക്ക്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 20 രൂപയും. പിന്നെ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നത് മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ 3 വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇത് ഫസ്റ്റ്, പിന്നെ രണ്ടാമത്തെയും മൂന്നാമത്തെയും. 2ഉം 3ഉം അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നല്ല മഴ ഉള്ളത് കൊണ്ട് നല്ല വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ അധികം മഴ ആയി കഴിഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടം അവർ പുറത്തുനിന്ന് ക്ലോസ് ചെയ്യും കേട്ടോ. ഞങ്ങൾ ഈ തൂക്കുപാലത്തിലൂടെയൊക്കെ നടന്ന് അപ്പുറത്തെ സൈഡിൽ ചെന്നു കേട്ടോ. അപ്പോൾ മുകളിലോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് തൊട്ടടുത്തൊരു മുത്തശ്ശിമാരുണ്ട്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ മരം കാണാനും നല്ല ഭംഗിയാണ്. നമുക്കതിൻ്റെ ഉള്ളിലൊന്നും പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ ഫുള്ള് തിരക്കായിരുന്നു. ഞങ്ങൾ അത് കണ്ടിട്ട് നേരെ പോയത് മെയിൻ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കാണ്, കാരണം ഒരുപാട് പേര് കുളിക്കാനും പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വന്നവരൊക്കെ അതിൻ്റെ അകത്ത് ഇറങ്ങിയിട്ടുണ്ടായി. ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയില്ല. ഞങ്ങൾ പുറത്തുനിന്ന് കണ്ടിട്ട് കയറിപ്പോരുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ. ഈ കയറുന്ന പോലെയല്ല, തിരിച്ചിറങ്ങുമ്പോൾ ചെറുതായിട്ട് സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ. ഈ മഴയൊക്കെ പെയ്ത് പായലൊക്കെ പിടിച്ചുകൊണ്ടായിരിക്കണം. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി നേരെ പോയത് അച്ചായൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ചായയൊക്കെ കുടിക്കാൻ കയറുകയാണെങ്കിൽ നമുക്ക് ഫുഡൊക്കെ പോകുന്ന സമയത്ത് തന്നെ പറഞ്ഞു വെക്കുകയാണെങ്കിൽ അവർ ഫുഡ് ഉണ്ടാക്കി വെക്കും കേട്ടോ. ഞങ്ങളൊന്നും പറയാതെ പോയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ചായ കുടിച്ചിട്ട് മാത്രമാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ വരുന്ന വഴിക്ക് ചിപ്പിലത്തോട് വഴിയല്ല വന്നത്. ഞങ്ങൾ കോടഞ്ചേരി, കൂടത്തായി, താമരശ്ശേരി വഴിയാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ആ തോട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിൽ.
താമരശ്ശേരിയൊക്കെ എത്തിയപ്പോൾ ഒരു 4:30-5 മണിയായിട്ടോ. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അവിടുത്തെ അടുത്തുള്ളൊരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. മോൻ അപ്പോഴത്തേക്കും നല്ല ഉറക്കമാണ്. അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ എണീച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായിട്ട് വരാം. ഓക്കെ, ബായ്.